വർഷം 1856 ജൂലൈ 10. ആസ്ട്രിയൻ സാമ്രാജ്യത്തിൽ സ്മിൽജാൻ എന്ന ഗ്രാമത്തിൽ രാത്രി വളരെ ശക്തമായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അതിശക്തമായി തന്നെ മിന്നൽ പിണറുകൾ ആകാശം മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഭയാനകമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു അന്ന്. ഇതാ അവിടെ ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതനായിരുന്ന മിലൂട്ടിൻ ടെസ്ലയ്ക്കും ഡ്യൂക്ക ടെസ്ലയ്ക്കും നാലാമനായി ഒരു ആൺകുട്ടി പിറക്കുന്നു. കാലാവസ്ഥ ഭയാനകമായിരുന്നു എങ്കിലും അവർക്കതൊരു സന്തോഷകരമായ ദിനം തന്നെയായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആരോ പ്രവചിച്ചിരുന്നു, ഇവൻ ചെകുത്താന്റെ പുത്രനാണ്, അതാണ് ഇവൻ ജനിച്ചപ്പോൾ ഇത്രയധികം ശക്തിയായി ഇടിമിന്നലും മഴയും പെയ്യാൻ കാരണമെന്ന്. എന്നാൽ ആരും തന്നെ അറിഞ്ഞില്ല, ലോകം മുഴുവൻ മിന്നൽ പിണറുകൾ പോലെ അവൻ ശാസ്ത്രലോകത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒട്ടനവധി സംഭാവനകൾ നടത്തുമെന്ന്. അധികം വൈകാതെ അവന്റെ മാതാപിതാക്കൾ അവനൊരു പേരിട്ടു, നിക്കോള ടെസ്ല. 5 മക്കളിൽ നാലാമനായിരുന്നു നിക്കോള ടെസ്ല. 1861 സ്മിൽജാനിൽ പ്രൈമറി സ്കൂളിൽ പഠിച്ച ടെസ്ല അവിടെ ജർമ്മനും ഗണിതവും മതവും പഠിച്ചു. താരതമ്യേന വളരെ ശക്തമായ ഓർമ്മയുള്ള ഒരു കുട്ടിയായിരുന്നു നിക്കോള ടെസ്ല. തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിന് ഏകദേശം 6ഓളം ഭാഷകൾ നിഷ്പ്രയാസം സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തൻ്റെ അപാരമായ ഓർമ്മശക്തിയുടെയും സൃഷ്ടിപരമായ കഴിവുകളുടെയും കാരണം അമ്മയുടെ ജീനും സ്വാധീനവും ആണെന്ന് ടെസ്ല തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. 1862 പിതാവ് പുരോഹിതനായി ജോലി നോക്കിയിരുന്ന ലൈക്ക ഗോസ്പീക്കിലേക്ക് ടെസ്ല കുടുംബം താമസം മാറ്റി. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ടെസ്ല അവിടെ മിഡിൽ സ്കൂളിലും പഠിച്ചു. തുടർന്ന് ഹയർ റിയൽ ജിംനേഷ്യത്തിൽ പഠിത്തം തുടരാനായി ടെസ്ല 1870 വളരെ വടക്കുള്ള കാർലോവാക്കിലേക്ക് താമസം മാറ്റി. ആസ്ട്രിയ ഹംഗറിന്റെ സൈനിക അതിർത്തിയിലുള്ള ഒരു സ്കൂൾ ആയതിനാൽ അവിടെ പഠനം ജർമ്മനിയിലായിരുന്നു. ഈ കാലയളവിൽ അദ്ദേഹത്തിന് വൈദ്യുത പരീക്ഷണങ്ങളോട് വളരെയധികം താല്പര്യം ജനിച്ചു തുടങ്ങിയിരുന്നു. തൻ്റെ ഊർജതന്ത്ര പ്രൊഫസറാണ് വൈദ്യുത പരീക്ഷണങ്ങളിൽ താൻ താല്പര്യവാനാവാൻ കാരണമെന്ന് പിൽക്കാലത്ത് ടെസ്ല പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ശാസ്ത്രജ്ഞരെ പോലെ തന്നെ നിക്കോള ടെസ്ലയും കണക്കിൽ വളരെയധികം പ്രാവീണ്യമുള്ള ഒരു കുട്ടിയായിരുന്നു. കണക്കിൽ താരതമ്യേന ബുദ്ധിമുട്ടേറിയ ഒരു ഭാഗം തന്നെയായിരുന്നു ഇൻ്റഗ്രൽ കാൽക്കുലസ്. എന്നാൽ ഇൻ്റഗ്രൽ കാൽക്കുലസ് ടെസ്ലയ്ക്ക് മനസ്സിൽ തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നത് അധ്യാപകർക്ക് നിക്കോള ടെസ്ല തങ്ങളെ പറ്റിക്കുകയാണോ എന്ന സംശയം ജനിപ്പിക്കാൻ വളരെയധികം കാരണമായി തീർന്നു. നിക്കോള ടെസ്ലയ്ക്ക് ശാസ്ത്രത്തോട് വളരെയധികം കമ്പമുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ പിതാവ് അദ്ദേഹത്തെ ഒരു പുരോഹിതനാക്കാനാണ് ആഗ്രഹിച്ചത്. 1873 സ്മിൽജാനിൽ തിരികെ എത്തിയ ടെസ്ലയ്ക്ക് കോളറ പിടിക്കുകയും ഏറെക്കുറെ നിക്കോള ടെസ്ല ഇനി ജീവനോടെ ഇരിക്കില്ല എന്ന് അന്നത്തെ വൈദ്യന്മാർ കുറിച്ചു. ഈ സമയം നിക്കോള ടെസ്ല തൻ്റെ പിതാവിനോട് ഒരാഗ്രഹം പറയുകയുണ്ടായി, ഒരുപക്ഷെ എൻ്റെ അവസാനം ഇതായിരിക്കാം, എന്നാൽ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്നെ ശാസ്ത്രത്തിൻ്റെ പാതയിൽ പോകാൻ അനുവദിക്കണം. അങ്ങനെ ആ പിതാവ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അംഗീകരിക്കുകയുണ്ടായി. അത്ഭുതകരം എന്ന് പറയാമല്ലോ, അധികം വൈകാതെ നിക്കോള ടെസ്ല കോളറയെ മറികടന്ന് ജീവിതത്തിലേക്ക് തിരികെ വരികയുണ്ടായി. ആസ്ട്രോ ഹംഗേറിയൻ നിയമമനുസരിച്ച് അവിടുത്തെ എല്ലാ പൗരന്മാരും ഒരു നിശ്ചിത വർഷം ആസ്ട്രോ ഹംഗേറിയൻ സൈന്യത്തിൽ പ്രവർത്തിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിക്കോള ടെസ്ല ലൈക്കയ്ക്ക് തെക്കുകിഴക്കുള്ള ഗ്രസാക്കിന് സമീപത്തുള്ള ട്രൊമിൻഗാജിയിലേക്ക് നാടുവിട്ടു. അവിടെ അവൻ വേട്ടക്കാരുടെ വസ്ത്രങ്ങൾ ധരിച്ച് മലനിരകളിൽ കൂടി പര്യവേഷണം നടത്തി. പ്രകൃതിയുമായുള്ള ഈ സമ്പർക്കം അദ്ദേഹത്തെ ശാരീരികമായും മാനസികമായും ശക്തനാക്കി. 1875 ഒരു മിലിറ്ററി ഫ്രണ്ടിയർ സ്കോളർഷിപ്പോടെ അദ്ദേഹം ആസ്ട്രിയയിലെ ഗ്രാസിലുള്ള ആസ്ട്രിയൻ പോളിടെക്നിക്കൽ കോളേജിൽ ചേർന്നു. ഒരു ക്ലാസ് പോലും വിടാതെ ആദ്യ വർഷം സാധ്യമായ ഏറ്റവും വലിയ ഗ്രേഡ് നേടി അദ്ദേഹം ആവശ്യമുള്ളതിൻ്റെ ഇരട്ടി 9 പരീക്ഷകൾ പാസ്സായി. അവിടെ ഒരു സെർബ് സംസ്കാര ക്ലബ്ബ് തുടങ്ങി. ഇതുകൂടാതെ സാങ്കേതിക വിഭാഗം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ അച്ഛന് ഒരു അഭിനന്ദന കത്തും ലഭിച്ചു. നിങ്ങളുടെ മകൻ ഒരു അതുല്യ പ്രതിഭയാണ്. ഞായറാഴ്ചയോ അവധി ദിവസങ്ങളിലോ വിശ്രമിക്കാതെ താൻ രാവിലെ 3 മണി മുതൽ രാത്രി 11 മണി വരെയും ജോലി ചെയ്തിരുന്നു. ടെസ്ല ഇങ്ങനെ ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നതിനെക്കുറിച്ച് തൻ്റെ പിതാവിന് എതിർപ്പായിരുന്നു.
രണ്ടാം വർഷത്തിന്റെ അവസാനം സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ട ടെസ്ല ചൂതാട്ടത്തിന്റെ അടിമയായി മാറുകയായിരുന്നു. മൂന്നാം വർഷം കിട്ടിയ അലവൻസുകളും ട്യൂഷൻ കാശും ചൂതാട്ടത്തിൽ നഷ്ടപ്പെട്ട ടെസ്ല ചൂതാട്ടത്തിൽ കൂടി തന്നെ അവ തിരിച്ചു പിടിക്കുകയും ബാക്കി വന്ന തുക വീട്ടിലേക്ക് കൊടുക്കുകയും ചെയ്തു. തന്റെ ചൂതാട്ടത്തിലുള്ള ആസക്തി അവിടെ വെച്ചു തന്നെ തീർന്നെന്ന് ടെസ്ല അവകാശപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് അമേരിക്കയിൽ വെച്ചും അദ്ദേഹം ചൂതാട്ടത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പരീക്ഷാ കാലഘട്ടമായപ്പോഴേക്കും വേണ്ടത്ര തയ്യാറെടുപ്പെടുക്കാത്തതിനാൽ പഠിക്കാനായി കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിലും അത് നിഷേധിക്കപ്പെട്ടു. മൂന്നാം വർഷത്തിന്റെ അവസാനത്തിൽ സെമസ്റ്ററിൽ ഒരു ഗ്രേഡും കിട്ടാതിരുന്നതിനാൽ ടെസ്ലയ്ക്ക് സർവകലാശാല ബിരുദം ലഭിച്ചതുമില്ല. ഇതൊക്കെ അദ്ദേഹത്തെ വളരെയധികം തകർത്തിരുന്നു. അതുകൊണ്ട് തന്നെ 1878 ഡിസംബറിൽ അദ്ദേഹം നാടുവിടുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും കരുതിയത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയായിരുന്നു. ആരും അറിഞ്ഞില്ല അദ്ദേഹം എങ്ങോട്ട് പോയി എന്നത്. അങ്ങനെ മറ്റൊരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം അധ്വാനിച്ചുകൊണ്ട് തന്നെ പഠിച്ചു. 1870കളിൽ എഞ്ചിനീയറിംഗിലും ഭൗതിക ശാസ്ത്രത്തിലും ഉന്നത വിദ്യാഭ്യാസം നേടിയ ശേഷം 1880കളുടെ ആദ്യം കോണ്ടിനെന്റൽ എഡിസൺ ടെലിഫോണിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു. ഈ കമ്പനി മറ്റാരുടെയും കമ്പനിയായിരുന്നില്ല. സാക്ഷാൽ തോമസ് ആൽവ എഡിസൺ ആയിരുന്നു ഈ കമ്പനിയുടെ മുതലാളി. ഇനി വരാനിരിക്കുന്നതാണ് ചരിത്രവും യുദ്ധവും. തോമസ് ആൽവ എഡിസൺ വേഴ്സസ് നിക്കോള ടെസ്ല.